അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഹാഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2024 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. മുമ്പ് വുളൂ ചെയ്യൽ സുന്നത്താണ്. ഓപ്ഷൻസ്: ജുമാ നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, നഖം മുറിക്കാൻ. ശരിയുത്തരം ഖുർആൻ ഓതാൻ. 2. ശുദ്ധി വരുത്തുന്നവൻ എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ത്വയ്യിബുൻ, മുതത്വഹിറുൻ, തവ്വാബുൻ. ശരിയുത്തരം മുതത്വഹിറുൻ. 3. തൈമുമിൻ്റെ ഫർള്. ഓപ്ഷൻസ്: തലത്തടവൽ, സമയമാവൽ, മുഖം തടവൽ. ശരിയുത്തരം മുഖം തടവൽ. 4. നിഫാസ് കൂടിയ സമയം. ഓപ്ഷൻസ്: 40 ദിവസം, 60 ദിവസം, 15 ദിവസം. ശരിയുത്തരം 60 ദിവസം. 5. ശർഈയായ വിധികൾ. ഓപ്ഷൻസ്: 5, 6, 4. ശരിയുത്തരം 5. 6. ഹൈൽ ഉള്ളവർക്ക് ഹറാം. ഓപ്ഷൻസ്: കുളിക്കൽ, നോമ്പ്, ഉറക്കം. ശരിയുത്തരം നോമ്പ്. അടുത്ത പ്രവർത്തനം ചെറുമ്പടി ചേർക്കുക. 7. സത്യവിശ്വാസിയുടെ ആയുധമാണ്. 8. അല്ലാഹു തആലയുമായുള്ള അഭിമുഖ സംഭാഷണം. 9. ഖുത്ബയുടെ റുക്നാണ്. 10. ഖുത്ബയുടെ ഷർത്താണ്. 11. ജനാബത്തുകാർക്ക് ഹറാമാണ്. ഇപ്പുറത്ത് നോക്കുകയെ സ്വലാത്ത് ചൊല്ലൽ. ബി. ഔറത്ത് മറക്കൽ. സി. ദുആ. ഡി. തവാഫ് ചെയ്യൽ. ഇ. നിസ്കാരം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. സത്യവിശ്വാസിയുടെ ആയുധമാണ്. ശരിയുത്തരം സി. ദുആ. 8. അല്ലാഹു തആലയുമായുള്ള അഭിമുഖ സംഭാഷണം. ശരിയുത്തരം ഇ. നിസ്കാരം. 9. ഖുത്ബയുടെ റുക്നാണ്. ശരിയുത്തരം എ. സ്വലാത്ത് ചൊല്ലൽ. 10. ഖുത്ബയുടെ ഷർത്താണ്. ശരിയുത്തരം ബി. ഔറത്ത് മറക്കൽ. 11. ജനാബത്തുകാർക്ക് ഹറാമാണ്. ശരിയുത്തരം ഡി. തവാഫ് ചെയ്യൽ. സി. ഇ. എ. ബി. ഡി. പൂരിപ്പിക്കുക. 12. രണ്ടാം ഖുത്ബയിൽ ഡാഷ് വേണ്ടി ദുആ ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുഅ്മിനീങ്ങൾക്ക്. രണ്ടാം ഖുത്ബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. 13. ഇമാമിനേക്കാൾ ഡാഷ് കൊണ്ട് മഅ്മും മുമ്പിലാകാൻ പാടില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മടമ്പ്. ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മഅ്മും മുമ്പിലാകാൻ പാടില്ല. 14. നിസ്കാരം ഡാഷ് കാലത്തോളം നിർബന്ധമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബുദ്ധിയുള്ള. നിസ്കാരം ബുദ്ധിയുള്ള കാലത്തോളം നിർബന്ധമാണ്. 15. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ഡാഷ് ചെയ്യാത്തവരാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ദുആ. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. 16. ശുദ്ധീകരണം മാലിന്യം ഇല്ലാതാക്കും ഡാഷ് ഒഴിവാക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ദുർഗന്ധം. ശുദ്ധീകരണം മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും. 17. മത്സ്യത്തിൻ്റെ ഡാഷ് വെള്ളത്തിൽ ഇളവുള്ളതാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കാഷ്ടം. മത്സ്യത്തിൻ്റെ കാഷ്ടം വെള്ളത്തിൽ ഇളവുള്ളതാണ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഒരു തൈമും കൊണ്ട് എത്ര സ്വലാത്തുൽ ജനാസ നിസ്കരിക്കാം? ഉത്തരം: 1-ൽ കൂടുതൽ. 19. നിസ്കാരം, നോമ്പ്. ഇതിൽ ഹൈലുകാരി ഖളാ വീട്ടണം. ഏത്? ഉത്തരം നോമ്പ്. 20. മതവിധികളിൽ മുബാഹിന് ഒരു ഉദാഹരണം. ഉത്തരം പാൽ കുടിക്കൽ. 21. ജുമുഅ ഖുത്ബ എത്ര പേരെ കേൾപ്പിക്കണം? ഉത്തരം 40 പേരെ. 22. ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയം.
ഉത്തരം റമളാൻ മാസം. 23. ജനാബത്തുള്ളവർ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിധി. ഉത്തരം ഹറാം. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ആർത്തവം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചത് എങ്ങനെ? ഉത്തരം ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. 25. മുമ്പ് വുളൂ സുന്നത്തായ 2 കാര്യങ്ങൾ എഴുതുക. ഉത്തരം ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക എന്നിവ. 26. ഭക്ഷണത്തിൽ ഇളവുള്ള 2 നജസുകൾ. ഉത്തരം മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. 27. കയ്യിൽ ബാൻഡേജ് ഉള്ളവർ എപ്പോൾ തൈമും ചെയ്യണം? ഉത്തരം മുറിവുള്ള അവയവം, അതായത് ബാൻഡേജ് ഇട്ട കൈ കഴുകേണ്ട സമയത്താണ് തൈമും ചെയ്യേണ്ടത്. 28. നിർബന്ധമായ കുളിക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? ഉത്തരം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. 29. കറാഹത്ത് എന്നാൽ എന്ത്? ഉത്തരം ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. 30. വെള്ളിയാഴ്ചയുടെ 2 ശ്രേഷ്ഠതകൾ. ഉത്തരം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും ആദം നബി അലൈഹിസ്സലാം വഫാത്തായതും വെള്ളിയാഴ്ചയാണ്. 31. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കൂ സുജൂദ് ചെയ്യേണ്ടത്? ഉത്തരം മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂഇന്റെയും സുജൂദിന്റെയും സന്ദർഭങ്ങളിൽ കഴിയും വിധം തലകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തിലെ ഖുശൂ. ഉത്തരം ഓടി വരണേ ഓടി വരണേ, പാമ്പ് പാമ്പ്. വീട്ടുകാർ ഉറക്കെ കരഞ്ഞു. അയൽവാസികൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടി വന്നു. കുട്ടിയെ പാമ്പ് ചുറ്റിയിരിക്കുന്നു. അവർ പാമ്പിനെ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ജനങ്ങളെ കണ്ട അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എല്ലാവരും എന്താ ഇവിടെ? ചത്തിക്കിടക്കുന്ന പാമ്പിനെ ചൂണ്ടി അവർ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുശൂ നോക്കൂ. അത്രയേറെ നിസ്കാരത്തിൽ അദ്ദേഹത്തിന് ഖുശൂ ഉണ്ടായിരുന്നു. 33. തൈമും ചെയ്യേണ്ട രൂപം. മുറിവുള്ളവന്റെ തയമ്മും. വുളു എടുത്ത് തുടങ്ങുക. മുറിവുള്ള അവയവം എത്തുമ്പോൾ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തൈമും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുക്കുക. ആദ്യം മുഖം തടവുക. പിന്നീട് വീണ്ടും 2 കൈകൾ കൊണ്ട് മണ്ണ് അടിച്ചെടുത്ത് ആദ്യം ഇടത് കൈ കൊണ്ട് വലത് കൈയും ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക. പിന്നെ മുറിവുള്ള അവയവത്തിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും മുറിവിന് മുകളിൽ കെട്ട് ഉണ്ടെങ്കിൽ അതിനു മുകളിൽ വെള്ളം കൊണ്ട് തടവി വുളു പൂർത്തിയാക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.